ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെലിവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് PSC ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The color subcarrier frequency in NTSC system. So ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് 3.579545. സോ ഈ ഡെസിമൽ വാല്യൂസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പോയിന്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 പോയിന്റ് കഴിഞ്ഞിട്ട് കൊടുത്തേക്കുന്ന ആ ഡെസിമൽ വാല്യൂസ് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. സോ കളർ സബ്കാരിയർ ഫ്രീക്വൻസി ഇൻ ദ NTSC സിസ്റ്റം, അതാണ് ഇവിടുത്തെ ചോദ്യം. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 3.579545 മെഗാഹെർട്സ്. സോ ഈ ഒരു ഫ്രീക്വൻസിയാണ് NTSC സിസ്റ്റത്തിൻ്റെ, നമ്മൾ പാൽ TV, NTSC, സോ അങ്ങനെ NTSC സിസ്റ്റത്തിൻ്റെ കളർ സബ് കാരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്ന വാല്യൂ 3.579544 മെഗാഹെർട്സ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹ്യൂ ഇൻഡിക്കേറ്റ്സ്. ഹ്യൂ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ പറയുന്നത്? അത് ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ കളർ ഡെൻസിറ്റി, ഓപ്ഷൻ ബി ബ്രൈറ്റ്നസ്, ഓപ്ഷൻ സി ഡോമിനൻറ്റ് വേവ് ലെങ്ത് ഓഫ് കളർ ആൻഡ് ഓപ്ഷൻ ഡി ലൂമിനൻസ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഹ്യൂ എന്ന് പറയുന്നത് ഡോമിനൻറ്റ് വേവ് ലെങ്ത് ഓഫ് കളർ. സോ ഹ്യൂ റെപ്രസെൻറ്റ്സ് ദ ഡോമിനൻറ്റ് വേവ് ലെങ്ത് ഓഫ് കളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വീഡിയോ വേവ് ലെങ്ത് ഇൻ പാൽ കളർ TV സിസ്റ്റം. സോ വീഡിയോ വേവ് ലെങ്ത് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 5 മെഗാഹെർട്സ്, 5.5, 6 ആൻഡ് 4.2 മെഗാഹെർട്സ്. ആൻസർ ഈസ് 4.2 മെഗാഹെർട്സ്. ഇപ്പോൾ ഒരു പാൽ TV സിസ്റ്റത്തിൻ്റെ വീഡിയോ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 4.2 മെഗാഹെർട്സ് ആണ്. സോ TV ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഫ്രീക്വൻസി വാല്യൂസും നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സബ് കാരിയർ ഫ്രീക്വൻസി, അതുപോലെ തന്നെ സോ കുറേ വാല്യൂസ് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. സോ വീഡിയോ വേവ് ലെങ്ത് ഇൻ പാൽ കളർ ടെലിവിഷൻ എന്ന് പറയുന്നത് 4.2 മെഗാഹെർട്സ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈമറി കളേഴ്സ് യൂസിങ് ഇൻ കളർ ടെലിവിഷൻ. സോ അത് ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. റെഡ്, ഗ്രീൻ, യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലൂ, റെഡ്, ബ്ലൂ, വയലറ്റ്, റെഡ്, ബ്ലൂ, ഓറഞ്ച്. സോ പ്രൈമറി കളേഴ്സ് നമ്മൾ കളർ TVക്കകത്ത് യൂസ് ചെയ്യുന്ന 3 കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്, ഗ്രീൻ, ബി ഫോർ ബ്ലൂ. സോ RGB, ഈ 3 കളേഴ്സാണ് നമ്മൾ പ്രൈമറി കളേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The deflection of electron beam in a picture tube is achieved by. So നമ്മളൊരു കാഥോഡ് ഗ്രിഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ CRT, നമ്മൾ CROക്കകത്ത് പറയുന്ന ഒരു CRT ഒരു ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ പിക്ചർ ട്യൂബിനകത്ത് ആ ഒരു ബീമിനെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിഫ്ലക്ഷൻ സെക്ഷനിൽ യൂസ് ചെയ്യുന്ന ആ പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇലക്ട്രോ മെക്കാനിക്കൽ മെക്കാനിസം ആണോ, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് മെക്കാനിസം ആണോ, ഇലക്ട്രോ മാഗ്നറ്റിക് മെക്കാനിസം ആണോ, ഏതാണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളതാണ് ചോദ്യം. ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീം ഇൻ പിക്ചർ ട്യൂബ് ഈസ് അച്ചീവ്ഡ് ബൈ ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് മീൻസ്. സോ ഡിഫ്ലക്ഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ ഇലക്ട്രോ മാഗ്നറ്റിക് മീൻസ്, അതാണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കളർ സിസ്റ്റം യൂസിങ് ഇൻ ഇന്ത്യ ഫോർ TV സിസ്റ്റം. സോ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന കളർ സിസ്റ്റം ഏതാണെന്നാണ് ചോദ്യം. TV ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന കളർ സിസ്റ്റം ഏതാണെന്നാണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പാൽ TV സിസ്റ്റമാണ് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്തേക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ കളർ സിസ്റ്റം യൂസിങ് ഇൻ ഇന്ത്യ ഫോർ TV ട്രാൻസ്മിഷൻ ഈസ് പാൽ TV സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, ദ ഫീൽഡ് ഫ്രീക്വൻസി ഇൻ PAL color system, field frequency value. So option A is 50 Hz,
സോ ഇത് ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫീൽഡ് ഫ്രീക്വൻസിയാണ്. നമ്മളിനി വേറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ സബ് കാരിയർ ഫ്രീക്വൻസി അങ്ങനെയൊക്കെ വാല്യൂസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി വാല്യൂസ് മാറി വരും. സോ ഇത് ശ്രദ്ധിക്കുക, ഫീൽഡ് ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത് പാൽ കളർ ടി വിയുടെ. ഓപ്ഷൻ എ 50 ഹെർട്സ്, ദെൻ 15625 ഹെർട്സ്, ദെൻ 60 ഹെർട്സ്, നൺ ഓഫ് ദി അബവ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 50 ഹെർട്സ് ആണ് ഫീൽഡ് ഫ്രീക്വൻസി വാല്യൂ എന്ന് പറയുന്നത്. 50 ഹെർട്സ് ആണ്. അപ്പോൾ അത് നമ്മൾ തിരിഞ്ഞു പോകരുത്. പാൽ ടി വി സിസ്റ്റത്തിൻ്റെ നമുക്ക് വേറെയും ഫ്രീക്വൻസി വാല്യൂസ് പഠിക്കാനുണ്ട്. സോ ഫീൽഡ് ഫ്രീക്വൻസി വാല്യൂ ഓർത്ത് വെച്ചേക്കുക, 50 ഹെർട്സ് ആണ് പാൽ സിസ്റ്റത്തിൻ്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഡെവലപ്ഡ് സ്റ്റോറേജ് ടൈപ്പ് ഓഫ് ക്യാമറ ട്യൂബ്. സോ ഫസ്റ്റ് ഡെവലപ്ഡ് സ്റ്റോറേജ് ടൈപ്പ് ക്യാമറ ട്യൂബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഓപ്ഷൻ ഈസ് ഇമേജ് ഓർത്തിക്കോൺ, പ്ലംബിക്കോൺ, ഐക്കോൺ സ്കോപ്പ്, വിഡിക്കോൺ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് ഡെവലപ്ഡ് സ്റ്റോറേജ് ടൈപ്പ് ഓഫ് ക്യാമറ ട്യൂബ് ഈസ് ഐക്കോണോസ്കോപ്പ്. Then the principle of Videocon camera tube is based on, so photo emission effect, photo conduction effect, field effect, photovoltaic effect. Videocon camera ട്യൂബിനകത്ത് യൂസ് ചെയ്യുന്ന അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദ്യം. സോ ആൻസർ ഈസ് ഫോട്ടോ കണ്ടക്ഷൻ എഫക്റ്റ്. ഫോട്ടോ കണ്ടക്ഷൻ എഫക്റ്റ് ആണ് വീഡിയോകോൺ ക്യാമറ ട്യൂബിനകത്ത് യൂസ് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊഡ്യൂസിങ് മൂവിങ് പിക്ചേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ. സോ ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊഡ്യൂസിങ് മൂവിങ് പിക്ചേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ continuity, illusion of continuity, both A and B, and none of the above. Answer is illusion of continuity. Option B ആണ് ആൻസർ. സോ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊഡ്യൂസിങ് മൂവിങ് പിക്ചേഴ്സ്, മോഷൻ. സോ മൂവിങ് പിക്ചേഴ്സ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇല്യൂഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ഈസ് ദ ചാനൽ വിഡ്ത്ത് ഇൻ പാൽ സിസ്റ്റം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചാനൽ വിഡ്ത്ത് ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അവിടെ ഫ്രീക്വൻസി വാല്യൂ ചോദിച്ചിരിക്കുന്നത് ഫീൽഡ് ഫ്രീക്വൻസി വാല്യൂ ആണ് 50 ഹെർട്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചാനൽ വിഡ്ത്ത് ആണ്. സോ പാൽ സിസ്റ്റത്തിന്റെ ഓരോ വാല്യൂസും പഠിച്ചു വെക്കുക. ചാനൽ വിഡ്ത്ത് ഇൻ പാൽ സിസ്റ്റം അതെന്ന് പറയുന്നത് 7 മെഗാഹെർട്സ് ആണ്. സോ ചാനൽ വിഡ്ത്ത് വാല്യൂ എന്ന് പറയുന്നത് 7 മെഗാഹെർട്സ് വാല്യൂ ആണ് ചാനൽ വിഡ്ത്ത് ഓഫ് പാൽ സിസ്റ്റം. നെക്സ്റ്റ്, the image continuity in motion pictures is obtained by the property of image continuity. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മോഷൻ പിക്ചേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇമേജ് കണ്ടിന്യൂറ്റി ഇൻ മോഷൻ പിക്ചേഴ്സ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓപ്ഷൻ എ ഡോപ്ലർ എഫക്റ്റ്, സ്കിൻ എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് ആൻസർ. ഇമേജ് കണ്ടിന്യൂറ്റി ഇൻ മോഷൻ പിക്ചേഴ്സ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ പ്രോപ്പർട്ടി ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതാണ് ആൻസർ. നെക്സ്റ്റ് നമ്മൾ സാധാരണ കാണുന്ന ഒരെണ്ണമാണ് എംപക്. എംപകിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എംപക് സ്റ്റാൻഡ്സ് ഫോർ. സോ ആൻസർ ഈസ് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, മൂവിങ് പിക്ചേഴ്സ് എക്സ്പേർട്ട് ഗ്രൂപ്പ്. സോ അതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. എംപക് സ്റ്റാൻഡ്സ് ഫോർ മൂവിങ് പിക്ചേഴ്സ് എക്സ്പേർട്ട് ഗ്രൂപ്പ്. അതാണ് എംപകിന്റെ ഫുൾ ഫോം. നെക്സ്റ്റ് അടുത്ത ഡെഫിനിഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. HD TV. HD TVയുടെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് ആ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ, ഹാഫ് ഡെഫിനിഷൻ ടെലിവിഷൻ, ഹ്യൂജ് ഡെഫിനിഷൻ ടെലിവിഷൻ ആൻഡ് നൺ ഓഫ് ദീസ്. സോ HD TV എന്ന് പറയുന്നത് ഹൈ ഡെഫിനിഷൻ, HD ക്വാളിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ല, ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ ആണ്. HD TV എന്ന് പറഞ്ഞാൽ ഹൈ ഡെഫിനിഷൻ. അപ്പോൾ HDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈ ഡെഫിനിഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. HD TV സ്റ്റാൻഡ്സ് ഫോർ ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ. നെക്സ്റ്റ്, ദ മെയിൻ പർപ്പസ് ഓഫ് ഇന്റർലേസ്ഡ് സ്കാനിങ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് ഇന്റർലേസിങ് ഇൻ ടെലിവിഷൻ സ്കാനിങ് ഈസ് ടു. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞേക്കുന്ന ആണ് ഈ ഇന്റർലേസ്ഡ് സ്കാനിങ് ഒക്കെ. സോ ദ മെയിൻ പർപ്പസ് ഓഫ് ഇന്റർലേസിങ് ഇൻ ടെലിവിഷൻ സ്കാനിങ് ഈസ് ടു, ഓപ്ഷൻസ് നോക്കുക, റെഡ്യൂസ് ഫ്ലിക്കർ, ബ്രൈറ്റൻ ദ ടി വി പിക്ചർ, ഷാർപ്പൺ പിക്ചർ ഔട്ട്ലൈൻ, ഇൻക്രീസ് ചാനൽ ബാൻഡ്വിഡ്ത്ത്. ഫ്ലിക്കർ റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഇന്റർലേസ് സ്കാനിങ് യൂസ് ചെയ്യുന്നത്. അതിന് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെയാണ് ടു റെഡ്യൂസ് ഫ്ലിക്കർ. ടു റെഡ്യൂസ് ഫ്ലിക്കർ ആണ് ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഇന്റർലേസിങ്. ഇന്റർലേസ്ഡ് സ്കാനിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ഫ്ലിക്കർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if there are 625 lines per TV picture, then the lines per field are, ലൈൻസ് പെർ ഫീൽഡ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 625 ലൈൻസ് പെർ ടി വി പിക്ചർ ആണെങ്കിൽ അതിന്റെ ഹാഫ് എടുക്കുക, അതാണ് 312.5. ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ഇഫ് there are 625 lines per TV, then lines per field are 312.5. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ, 312.5. Next question, which of the following camera tube has minimum lag? സോ നമ്മൾ നേരത്തെ ഔട്ട്പുട്ട് ക്യാമറ ട്യൂബ്സിന്റെ ആ ഒരു ക്ലാസ് ഓപ്ഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാമറ ട്യൂബ്സ് ഹാസ് മിനിമം ലാഗ്. മിനിമം ലാഗ് ഉള്ള ക്യാമറ ട്യൂബ്സ് ഏതൊക്കെയാണെന്ന് ഈ തന്നേക്കുന്നതിനകത്ത് ഏറ്റവും മിനിമം ലാഗ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമറ. സോ ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് പ്ലംബിക്കോൺ. സോ വിഡിക്കോൺ, പ്ലംബിക്കോൺ, സാറ്റിക്കോൺ, ഐക്കണോസ്കോപ്പ്. സോ ഇതിനകത്ത് പ്ലംബിക്കോൺ ആണ് camera tube which has minimum lag, 17. That is option P. Next question, the part of the visible spectrum where camera pickup tubes have greatest output. Visible spectrത്തിൽ ഏത് റീജിയനിലാണ് ക്യാമറ പിക്ചർ ട്യൂബിന് ഗ്രേറ്റസ്റ്റ് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? സോ ഓപ്ഷൻ എ റെഡ്, ദെൻ ബ്ലൂ, യെല്ലോ ഗ്രീൻ ആൻഡ് ഇൻഫ്രാറെഡ്. യെല്ലോ ഗ്രീൻ റീജിയനിലാണ് സ്പെക്ട്രത്തിന്റെ ഗ്രീൻ റീജിയനിലാണ് ഗ്രേറ്റസ്റ്റ് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ, യെല്ലോ ഗ്രീൻ റീജിയൻ ഓഫ് ദ വിസിബിൾ സ്പെക്ട്രം. ദെൻ ദ ഗാമ വാല്യൂ ഓഫ് പിക്ചർ ട്യൂബ്. പിക്ചർ ട്യൂബിന്റെ ഗാമ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് 2.2. The gamma value of picture tube is 2.2. 2.2 ആണ് ആൻസർ. ഗാമ വാല്യൂ ഓഫ് പിക്ചർ ട്യൂബ് എന്ന് പറയുന്നത് 2.2 ആണ്. Then question number 20, the signal sent by the TV transmitter to ensure correct scanning in the receiver. അപ്പം ടി വി ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്യുന്ന ഒരു സിഗ്നൽ വാല്യൂ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഓപ്ഷൻസ് സിങ്ക്, ക്രോമ, ലൂമിനൻസ്, വീഡിയോ. സോ ഈ ടേംസ് എല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ വരരുത്. സിഗ്നൽ സെൻഡ് ബൈ ടി വി ട്രാൻസ്മിറ്റർ ടു എൻഷുർ കറക്റ്റ് സ്കാനിങ് ഇൻ ദ റിസീവർ. സോ അതിനെ നമ്മൾ സിങ്ക് സിഗ്നൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ, സിഗ്നൽ സെൻഡ് ബൈ ദ ടി വി ട്രാൻസ്മിറ്റർ ടു എൻഷുർ കറക്റ്റ് സ്കാനിങ് ഇൻ ദ റിസീവർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഈസ് sync, option A, that is sync. Then next question, indicate which voltages are not found in the output of a normal monochrome receiver video detector. ഇതിനകത്ത് ഔട്ട്പുട്ടിൽ കാണാത്ത, നോട്ട് ഫൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്, നോട്ട് ഫൗണ്ട് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് എ നോർമൽ മോണോക്രോം റിസീവർ വീഡിയോ ഡിറ്റക്ടർ. ഓപ്ഷൻസിനകത്ത് കൊടുത്തിരിക്കുന്നത് സിങ്ക്, വീഡിയോ, സ്വീപ്പ് ആൻഡ് സൗണ്ട്. സോ വീഡിയോ, സൗണ്ട് സിഗ്നൽസ് എല്ലാം ഇവിടെ ഉണ്ടാവുന്നതാണ്. സിങ്ക് പൾസസും കാണും. ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഓഡ് 1 ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും സ്വീപ്പ് സിഗ്നൽ ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ടിൽ കാണാത്തത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കും. അതിന്റെ വാല്യൂ ഇവിടെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ടെലിവിഷൻ 4:3 റെപ്രസെൻസ്. അപ്പോൾ നോർമൽ ആസ്പെക്ട് റേഷ്യോ വാല്യൂ ആണ് ഈ 4:3 എന്ന് പറയുന്നത്. സോ ഈ 4:3 റെപ്രസെൻസ്, ഇത് തിരിച്ച് ചോദിക്കാം. ഓപ്ഷനിൽ ഈ റേഷ്യോ തന്നിട്ട് ആസ്പെക്ട് റേഷ്യോ അതിൻ്റെ ടിപ്പിക്കൽ വാല്യൂ എത്രയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. സോ ഇൻ ടെലിവിഷൻ ദ 4:3 റെപ്രസെൻസ് interlace ratio, maximum horizontal reflection, aspect ratio, ratio of two diagonals.
സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആസ്പെക്ട് റേഷ്യോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നമുക്ക് തിരിച്ചും വേണമെങ്കിൽ ചോദിക്കാം. ഓപ്ഷനിൽ ഈ 4:3 തന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. സോ ആൻസർ ഈസ് ആസ്പെക്ട് റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വലൈസിങ് പൾസസ് ഇൻ TV ആർ സെൻഡ് ഡ്യൂറിങ്. ഇക്വലൈസിങ് പൾസസ് നമ്മൾ എപ്പോഴാണ് സെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ horizontal blanking, vertical blanking, the serrations, the horizontal retrace. Answer is vertical blanking. So equalizing pulses in TV are sent during vertical blanking. Then next question, the video voltage applied to the picture tube of a television receiver is fed in. So video voltage applied to the picture tube of a television receiver is fed to option between grid and ground, to the yoke, to the anode, between grid and cathode. So answer is between grid and cathode. കാഥോഡിനും ഗ്രിഡിനും അക്രോസ് ആണ് നമ്മൾ വീഡിയോ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. സോ ബിറ്റ്വീൻ ഗ്രിഡ് ആൻഡ് കാഥോഡ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ലൈൻ ഫ്രീക്വൻസി. നേരത്തെ നമ്മൾ പാൽ TV ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ വന്നിരുന്നു. സോ ദ ലൈൻ ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ലൈൻ ഫ്രീക്വൻസി ഓഫ് TV സിസ്റ്റം ഇൻ ഇന്ത്യ. സോ ലൈൻ ഫ്രീക്വൻസി ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്, 15625. സോ അന്നേരം 50 ഹെർട്സ് എന്ന് നമ്മൾ 50 ഹെർട്സ് കൊടുക്കരുത്. ആൻസർ എന്ന് പറയുന്നത് 15625 ഹെർട്സ് ആണ്. ലൈൻ ഫ്രീക്വൻസി ഓഫ് TV സിസ്റ്റം ഈസ് 15625 hertz. Then in TV the contrast is controlled by. In TV contrast control ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് TVയിൽ. So AC voltage in video circuit, first option DC voltage in video circuit, then second AC voltage in video circuit, then both A and B, none of the above. And option is B ആണ് കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. AC വോൾട്ടേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദ സൗണ്ട് സിഗ്നൽ ഇൻ വീഡിയോ കോമ്പോസിറ്റ് സിഗ്നൽ ഓഫ് TV. സൗണ്ട് സിഗ്നൽ നമുക്കറിയാം, സൗണ്ട് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത് FM ആണ്. സോ FM ആണ് ആൻസർ. ദ സൗണ്ട് സിഗ്നൽ ഇൻ വീഡിയോ കോമ്പോസിറ്റ് സിഗ്നൽ ഓഫ് TV ഈസ് FM ആണ് ആൻസർ. Next question, the number of frames per second in TV system. The number of frames per second in TV system. Option 24, 25, 48 and 50. So option B ആണ് ആൻസർ. 25 ആണ് number of frames per second. ആൻസർ 25 ആണ്. Number of frames per second in TV system is 25. Next, in color TV frequency of chrominance signal. In color TV the frequency of chrominance signal അതാണ് question. Option A 3.58 MHz, 7.16 MHz, 25 MHz and 50 MHz. കളർ TVയിൽ chrominance സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ കളർ TV the frequency of chrominance signal. ഇതിൻ്റെ ആൻസർ 3.58 MHz ആണ്. ഫ്രീക്വൻസി കളർ TVയിലെ ഫ്രീക്വൻസി ക്രോമിനൻറ്റ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആണ്, പഠിച്ചു വെക്കണം. 3.58 MHz ആണ് കളർ TV. ഫ്രീക്വൻസി ഓഫ് ക്രോമിനൻറ്റ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വാല്യൂ എന്ന് പറയുന്നത് 3.58 MHz ആണ്. നെക്സ്റ്റ്, ദ ഷാഡോ മാസ്ക് ഇൻ കളർ TV പിക്ചർ ട്യൂബ് ഈസ് യൂസ് ടു. What is the function of shadow mask in color TV picture tube? അതാണ് question. It is used to reduce X-ray emission. Second option, increase screen brightness, ensure that each beam hits on target. None of the above. So answer is option C, that is ensure that each beam hits on target.
സോ അതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഷാഡോ മാസ്കിൻ്റെ പർപ്പസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കളർ ബേസ്റ്റ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ്, കളർ ബേസ്റ്റ് ഫ്രീക്വൻസി വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 3.58. കളർ ബേസ്റ്റ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 3.58 megahertz. ഓപ്ഷൻ സി ആണ് ആൻസർ. എ കളർ ബേസ്റ്റ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 3.58 megahertz. So next question, a color TV camera contains dash camera tube. ഒരു കളർ ടി വി ക്യാമറ, അതിനകത്ത് എത്ര ക്യാമറ ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. കളർ ടി വി ക്യാമറയ്ക്കകത്ത് എത്ര ക്യാമറ ട്യൂബ്സ്? ഓപ്ഷൻ എ 1, then B 2, then 3, 4. ആൻസർ 3 ആണ്. സോ in a color TV camera contains 3 camera tubes. 3 camera tubes are used in color TV camera. So option C ആണ് ആൻസർ. So option C. Next, the color subcarrier has a frequency of, the color subcarrier has a frequency of, option A 41.25, 45.75, 4.5, 3.5795, 45. So answer is option D, that is 3.579545. So ഇത് എക്സാക്റ്റ് വാല്യൂ ആണ് കളർ സബ് കാരിയർ ഫ്രീക്വൻസി വാല്യൂ. കളർ സബ് കാരിയർ ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 3 വാല്യൂ പഠിച്ചു വെക്കുക. ദ കളർ സബ് കാരിയർ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ കളർ സബ് കാരിയർ ഹാസ് എ ഫ്രീക്വൻസി ഓഫ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 3.579545 മെഗാഹെർട്സ്. അതാണ് കളർ സബ് കാരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അറ്റ് ദ കളർ റിസീവർ ദ സബ് കാരിയർ ഈസ് ഫെഡ് ഇൻ ടു ദ ഡാഷ് സെക്ഷൻ. സബ് കാരിയർ ഫ്രീക്വൻസി വാല്യൂ നമ്മൾ പഠിച്ചു. അത് എങ്ങോട്ടേക്കാണ് ഫെഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് കളർ റിസീവറിനകത്ത്. ബാൻഡ് പാസ് ആംപ്ലിഫയർ, ബേസ്റ്റ് ആംപ്ലിഫയർ, AGC ആംപ്ലിഫയർ, ക്രോമ ഡീമോഡുലേറ്റർ. സോ ആൻസർ ഈസ് ക്രോമ ഡീമോഡുലേറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അറ്റ് ദ കളർ റിസീവർ ദ സബ് കാരിയർ ഈസ് ഫെഡ് ഇൻ ടു ദ ക്രോമ ഡീമോഡുലേറ്റർ സെക്ഷൻ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. കളർ റിസീവറിന്റെ സബ് കാരിയർ ഫെഡ് ചെയ്യുന്നത് എങ്ങോട്ടെന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, എ കളർ ബേസ്റ്റ് കൺസിസ്റ്റ് ഓഫ്, എ കളർ ബേസ്റ്റ് കൺസിസ്റ്റ് ഓഫ്, ഓപ്ഷൻ എ 8 cycles of 4.5 megahertz voltage, then 60 cycles of 45.75 megahertz voltage, then 8 cycles of 3.579545 megahertz. Then option D, 60 cycles of 15750 hertz voltage. So color burst frequency നമ്മൾ നേരത്തെ പഠിച്ചതാണ്. So color burst consists of 8 cycles of 3.57954 megahertz voltage. So option C ആണ് ആൻസർ. Color burst consists of 8 cycles of 3.57954 megahertz voltage. Then next question, in all channels for TV the sound IF is, sound intermediate frequency, TV ചാനൽസിൽ യൂസ് ചെയ്യുന്ന സൗണ്ട് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 33.4 മെഗാഹെർട്സ്, 38.9 മെഗാഹെർട്സ്, 41.5 മെഗാഹെർട്സ്, 40 മെഗാഹെർട്സ്. ടി വി ചാനൽസിനകത്തെ IF വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് 38.9 മെഗാഹെർട്സ്. ഇതാണ് ടി വി ചാനൽസിൽ യൂസ് ചെയ്യുന്ന IF, സൗണ്ട് IF വാല്യൂ 38.9 മെഗാഹെർട്സ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫൈൻ ട്യൂണിംഗ് കൺട്രോൾ ഇൻ ടി വി റിസീവർ. ഫൈൻ ട്യൂണിംഗ് അച്ചീവ് ചെയ്യുന്നത് ടി വി റിസീവറിൽ, ഫൈൻ ട്യൂണിംഗ് കൺട്രോൾ ഇൻ ടി വി റിസീവർ ഈസ് using a variable capacitor, a variable inductor, a potentiometer, none of the above. So answer is potentiometer.
ഫൈൻ ട്യൂണിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. സോ പൊട്ടൻഷ്യോമീറ്റർ ഈസ് എ വേരിയബിൾ റെസിസ്റ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് വേരിയബിൾ റെസിസ്റ്റർ ആണ്. സോ ഫൈൻ ട്യൂണിങ് അച്ചീവ് ചെയ്യുന്നത് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് സ്റ്റേജ് ഓഫ് എ TV transmitter is. The output stage of a TV transmitter is option A, plate modulated class C amplifier, option B, screen modulated class C amplifier, push pull amplifier, grid modulated class C amplifier. So option D ആണ് ഗ്രിഡ് മോഡുലേറ്റഡ് ക്ലാസ് സി ആംപ്ലിഫയർ ആണ്. ഏത് പവർ ആംപ്ലിഫയർ ആണ് ഔട്ട്പുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്തേക്കുന്നതാണ് TV ട്രാൻസ്മിറ്ററിൻ്റെത്. സോ ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രിഡ് മോഡുലേറ്റഡ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിന് ഈക്വലൻ്റ് ആയിട്ടുള്ളതാണ്. ഗ്രിഡ് എന്ന് പറയുന്നത് ബേസ് ഈക്വലൻ്റ് ആയിട്ടാണ്. നമ്മൾ അത് പ്ലേറ്റ് എന്ന് പറയുന്ന കളക്ടറിന് ഈക്വലൻ്റ് ആയിട്ടാണ്. കളക്ടർ മോഡുലേറ്റഡ് അല്ലെങ്കിൽ പ്ലേറ്റ് മോഡുലേറ്റഡ് ക്ലാസ് സി ആംപ്ലിഫയർ. അതുപോലെ തന്നെ ഗ്രിഡ് മോഡുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ബേസ് മോഡുലേറ്റഡ് ക്ലാസ് സി ആംപ്ലിഫയർ ആണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഗ്രിഡ് മോഡുലേഷൻ ആണ്. ഗ്രിഡ് മോഡുലേറ്റഡ് ക്ലാസ് സി ആംപ്ലിഫയർ ആണ് ഔട്ട്പുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ലീനിയാരിറ്റി ഓഫ് എ TV റിസീവർ ക്യാൻ ബി ചെക്ക്ഡ് ബൈ. ലീനിയാരിറ്റി ചെക്ക് ചെയ്യുന്നത് നമ്മൾ വെക്റ്റർ ഗ്രാം യൂസ് ചെയ്തിട്ടാണ് ലീനിയാരിറ്റി ഓഫ് എ TV റിസീവർ ഈസ് ചെക്ക്ഡ്. So vector gram ആണ് ആൻസർ. ഓപ്ഷൻ എ, linearity of a TV receiver is checked by vector gram. Then next question, a TV signal from the antenna is processed by. TV signal from the transmitting antenna is processed by. Then local oscillator, RF amplifier, transmission line and RF tuner. So ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് RF ആംപ്ലിഫയർ ആണ്. നമ്മൾ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിനകത്തൊക്കെ പറയുന്നതാണ്. റിസീവർ സെക്ഷൻ്റെ ആ ഒരു ഇൻപുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് RF ആംപ്ലിഫയർ. സോ ഇവിടെ RF ആംപ്ലിഫയർ ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. TV സിഗ്നൽ ഫ്രം ആൻറ്റിന ഈസ് പ്രോസസ്ഡ് ബൈ RF ആംപ്ലിഫയർ. സൂപ്പർ ഹെറ്ററോഡൈൻ സ്റ്റേജ് പോലെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഫസ്റ്റ് RF ആംപ്ലിഫയർ ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എ ക്യാമറ സിഗ്നൽ ഔട്ട്പുട്ട് വിത്തൗട്ട് സിങ്ക് ഈസ് കാൾഡ്. Camera signal output without sync is called. Option A, black burst, composite video, generator log video, non-composite video. Option D ആണ് നോൺ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്നതാണ് നമ്മൾ അതിനെ പറയുന്നത്. വിത്തൗട്ട് സിങ്ക് പൾസസ് യൂസ് ചെയ്യാത്ത ക്യാമറ സിഗ്നൽ ഔട്ട്പുട്ടിനെ വിളിക്കുന്നത് നോൺ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many international commercial AM broadcast channels can fit into the bandwidth occupied by a commercial TV station? So how many international commercial AM broadcasting channels can fit into a bandwidth occupied by commercial TV stations? Answer is 600. 600 ആണ് ആൻസർ. എത്ര ചാനൽസ് ഓക്യുപ്പൈ ചെയ്യാന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, ദ പിക്ചർ ആൻഡ് സൗണ്ട് കാരിയർ ഫ്രീക്വൻസീസ് ഇൻ എ TV റിസീവേഴ്സ് ആർ. പിക്ചർ ഫ്രീക്വൻസിയും സൗണ്ട് ഫ്രീക്വൻസിയും ആണ്. സോ ഓപ്ഷൻ എ 41.25 MHz, 45.75 MHz. ഓപ്ഷൻ ബി 45.25, 41.75, നെക്സ്റ്റ് 41.75. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് 45.75 ആൻഡ് 41.25. ഇതാണ് ആൻസർ. പിക്ചർ സൗണ്ട് കാരിയർ ഫ്രീക്വൻസീസ് ആണ്. പിക്ചർ ഫ്രീക്വൻസിയാണ് 45.75, സൗണ്ട് ഫ്രീക്വൻസിയാണ് 41. സോ ഇത് പിക്ചറും ഇത് സൗണ്ടും. വാല്യൂസ് പഠിച്ചു നോക്കുക, 45.75 ആൻഡ് 41.25. സോ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് TV സെക്ഷനിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. കുറേ ഫ്രീക്വൻസി വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ വാല്യൂസൊക്കെ കൂടുതലും ചോദിക്കാറുണ്ട് TV സെഷനിൽ. സോ എല്ലാ വാല്യൂസും പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.